എല്ലാ കുംഭക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തു, ഭൂമി, കുടുംബം, ആരോഗ്യം, പൊതുവായ ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. കുംഭക്കൂറുകാർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അല്പം ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. സ്വദേശത്ത് നല്ല കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൽ വലിയൊരു പ്രയാസങ്ങൾ കാണുന്നില്ല. എങ്കിലും പൊതുവായി വിദ്യാഭ്യാസ രംഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് ഉയർന്ന പഠനത്തിന്, ഉന്നത പഠനത്തിന് കോഴ്സുകൾ, അതുപോലെ കോളേജുകൾ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം, അതിന്റെ സാധ്യതകൾ എന്നിവ നന്നായി വിലയിരുത്തിയ ശേഷം മാത്രം അത് സ്വീകരിക്കുന്നതായിരിക്കും അഭികാമ്യം. കർമ്മമേഖലയിൽ കുംഭക്കൂറുകാർക്ക് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ചും അക്കൗണ്ടിംഗ്, വിദ്യാഭ്യാസം, ടീച്ചിങ്, അതുപോലെ ബിസിനസ് മുതലായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കുംഭക്കൂറുകാർക്ക് നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. സ്വന്തം തൊഴിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ അഭ്യസിക്കുന്ന, ധനവരുമാനത്തിന് വേണ്ടി സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി സ്വയം തൊഴിൽ അഭ്യസിക്കുന്ന കുംഭക്കൂറുകാർക്കും വളരെ അനുകൂലമായിട്ട് തന്നെയാണ് ഈ വർഷം ഉള്ളത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്ര അനുകൂലമായിട്ടുള്ള കാലഘട്ടമല്ല. തീർച്ചയായിട്ടും നമ്മുടെ നിക്ഷേപങ്ങൾ, സമയം എന്നിവയൊക്കെ അശ്രദ്ധമായിട്ട് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അത് നഷ്ടപ്പെടുവാനും അതിലൂടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാകുവാനും സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് മൂലധനം ഇറക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് മാത്രം ചെയ്യുക. സാമ്പത്തിക വിഷയത്തിൽ അല്പം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പ്രത്യേകിച്ചും ആവശ്യങ്ങൾ ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുവെങ്കിലും നമ്മൾക്ക് ജീവിതം ഒരു വഴിമുട്ടിയ പോലെ, അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമാകാം. നമ്മുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ചിലപ്പോൾ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൃത്യമായി മനസ്സിലാക്കി ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം മാറ്റിവെക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. വസ്തുവായി ബന്ധപ്പെട്ട് കുംഭക്കൂറുകാർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ ലഭിക്കുവാനും അതിലൂടെയുള്ള ധനവരുമാനവും സാധ്യതകൾ കാണുന്നു. പ്രത്യേകിച്ചും പൂർവിക സ്വത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള പൂർവികമായി കിട്ടിയ സ്വത്തുകൾ വിൽക്കുവാനോ മറ്റോ ശ്രമിക്കുന്ന ഒരാൾ ആണ് നിങ്ങളെങ്കിൽ അതിലൂടെ ധനവരുമാനം ഉണ്ടാകാനും അത് നല്ല രീതിയിൽ വിറ്റുപോകാനുമുള്ള സാധ്യതകൾ കാണുന്നു. കുടുംബപരമായി കുംഭക്കൂറുകാർക്ക് പ്രശ്നങ്ങൾ കുറച്ച് കൂടുതൽ ഉള്ളൊരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ സന്താനഭാവം, അതുപോലെ തന്നെ ഭാര്യാഭാവം അല്ലെങ്കിൽ ഭർത്തൃഭാവം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ജാതകത്തിലെ ദശാപഹാരങ്ങൾ കുറച്ച് പ്രയാസം നിറഞ്ഞതാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും ബന്ധുക്കളിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകളും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ബഹുമാനവും കൊടുക്കേണ്ട ആവശ്യകതയും കണ്ടറിഞ്ഞു തന്നെ ചെയ്യേണ്ടതാണ്. എങ്കിലും സന്താനങ്ങൾ ചിലപ്പോഴൊക്കെ അനുകൂലമായിട്ട് സന്താന വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ആരോഗ്യ വിഷയത്തിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു വർഷം തന്നെയാണ് കുംഭക്കൂറുകാർക്ക്. നല്ല രീതിയിലുള്ള ചിട്ടകൾ, വ്യായാമം, ഭക്ഷണശീലം എന്നിവ നല്ല രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നിലവിലുള്ള ആരോഗ്യത്തെ നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പൊതുവായി ആരോഗ്യം, അതുപോലെ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, വസ്തുവകകൾ എന്നിവയിൽ അല്പം ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭൂരിഭാഗം വിഷയങ്ങളിലും കുംഭക്കൂറുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് മനഃശക്തി നന്നായി ഉണ്ടാക്കി വരുന്ന പ്രതിബന്ധങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ച് അതിനോട് പോരാടി മുന്നോട്ട് പോകുവാനുള്ള ധൈര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായും യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് വരുന്ന അവസരങ്ങളെയും പ്രതിബന്ധങ്ങളെയും സധൈര്യം സ്വീകരിച്ചും നേരിട്ടും മുന്നോട്ട് പോകുവാനുള്ള ശക്തി തരുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.